ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷന് പോവാണ് കേട്ടോ. ചക്കിയുടെയാണ് ബർത്ത്ഡേ. ചക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്സിയുടെ മോള് ചക്കി, സിയ ഫാത്തിമ എന്നാണ് കേട്ടോ ചക്കിയുടെ പേര്. അപ്പോൾ റിപ്സിയും ചക്കിയും കൂടി വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നേക്കുന്നതാണ് കേട്ടോ. റിപ്സിനെ മാരേജ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. റിപ്സിയുടെ ഹൗസ് വാമിങ്ങിന് നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ടുള്ള വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരുന്നില്ലേന്ന് ചോദിച്ചു. നിങ്ങൾ വന്നിട്ടേ കേക്ക് മുറിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അവളുടെ വീട്ടിലേക്ക് കയറാം കേട്ടോ. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ചക്കിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പല പോസുകളിലുള്ള പല ഫോട്ടോസ്. അങ്ങനെ ചക്കിയുടെ ഓരോ പോസ്റ്റിലുള്ള ഫോട്ടോസ് എടുത്തതിന് ശേഷം റിപ്സിനെയും കൂടെ വന്നു. നമ്മൾ റിപ്സിയുടെ കൂടെയുള്ള ഫോട്ടോസും എടുത്തു. ഇത് വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ, ഫിദു. റിപ്സിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവളുടെ ആന്റിയുടെ വീടും. അപ്പൊ ആന്റിയൊക്കെ വന്നു. അങ്ങനെ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആന്റിയുടെ മക്കളാണ് ഇതാ കൂടെ ഉള്ളത്. ഇതാണ് കേട്ടോ ആന്റി. ഇത് ആദിൽ, ഇത് ജുവരിയ. ഇത് 3ാമത്തെ മകൻ അസദുള്ള. റിപ്സിയുടെ ഫാമിലിയിൽ എല്ലാവരും തന്നെ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മളിതാ കേക്ക് മുറിക്കാൻ പോവാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ റിപ്സി ആളാകെ ഒഫീഷ്യലായി പോകും. അപ്പോൾ ഇതാണ് ചക്കിയുടെ ഫ്രണ്ട് പാത്തു. പാത്തുവിന്റെ ഉമ്മയാണ് കേട്ടോ കൂടെ ഉള്ളത്. അപ്പോ ചക്കിയുടെ ഫ്രണ്ട് പാത്തു ചക്കിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഞങ്ങളുടെ എല്ലാം സ്നേഹനിധിയായ ഉമ്മ, അമ്മണിയമ്മ എന്ന് വിളിക്കും. തിരിച്ചു പിടിക്കണായിരുന്നു ക്യാമറ അല്ലേ, മറന്നുപോയി. അസദുള്ള ആന്റിക്ക് കൊടുത്ത്. ചക്കി ഒരു മിനിറ്റ്. അയ്യോ എന്റെ മോൻ ചട്ടി മറന്നുപോയി അടി. നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ. ചക്കി എനിക്ക് കേക്ക് തരുന്ന വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ കിട്ടാത്തത് കാരണം വീണ്ടും ഒന്നുകൂടി ചക്കി എനിക്ക് കേക്ക് തരുന്ന വീഡിയോ ആണ് ഗൈസ് ഇത്. അങ്ങനെ 2ാമത്തെ കേക്കും മുറിക്കാൻ പോവാണ് ഗൈസ്. ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവർക്ക് കൊടുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ റിപ്സി ചക്കിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ് ആണ് കൊടുത്തത്. ഈ ചക്കിക്ക് പാത്ത് കൊടുത്ത ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. എന്താണെന്നാണോ? ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തായാലും കൊച്ചിന് ഇഷ്ടപ്പെടും. ഒരാളൊരു മുട്ട എനിക്ക് എന്ത് ഇഷ്ടപ്പെടും. അത് തന്നെ എന്നോട് പറയുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രണ്ടാണ് പാത്തു. കഴിഞ്ഞ ദിവസം പറയുന്നു പാത്തുവിനെ കുറിച്ച് വാചാലേ ആവായിരുന്നു. ഒരു പൂ കൊടുത്തായിരുന്നില്ലേ ഉണ്ടാക്കി കൊടുത്തത്, അതൊക്കെ അവള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബാർബി ഡോളാണോ?
ഓ താഴെ ആ കൊള്ളാം ഇതിന്റെ ഉള്ളിൽ മുമ്പ് 2 തന്നിട്ടുണ്ടായി. ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി, അതും ജുവരിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അതിലാണ് ഫുഡ് വിളമ്പുന്നത്. അവന്റെ ലെഫ്റ്റ് ഹാൻഡ് ഒടിഞ്ഞിരിക്കുകയാണ്. കളിക്കാൻ പോയപ്പോൾ ഒടിഞ്ഞാന്നാ പറഞ്ഞത്. അതന്നെ നീ നീ ഭയങ്കര ഇത് കാണിക്കല്ലേ. ഇത് എടി കുറേശ്ശെ ഇത് ഗോഡൂന്. ആ മതി മതി മതി. ഇനി എന്തെങ്കിലും ഇടാനുണ്ടോ? കച്ചമ്പർ ഇട്ടോ. ആ ഓക്കെ എടി മതി എടി. ഇതെന്താണിത്? കുറച്ച് നീ അങ്ങോട്ട് തിന്നാണ്. നീ അങ്ങോട്ട് എല്ലില്ലാട്ടെ. പരിപ്പിടിക്കട്ടെ. എനിക്ക് വേണ്ടടി പരിപ്പ്. ഇനി അടുത്തതായിട്ട് ആന്റിയുടെ മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ജുവരിയ തന്നെ ചെയ്തതാണ് കേട്ടോ. ഈ സമയം ചക്കി ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം റിപ്സിയും ആന്റിയും ഉമ്മയും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് നമ്മൾ ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചച്ചുവിന് ഫിലിം കാണണ്ടെന്ന് പറഞ്ഞത് കാരണം അവനെ എൻ്റെ വീട്ടിലാക്കി കേട്ടോ. നമ്മളപ്പോൾ കൈരളി ശ്രീ തിയേറ്ററിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ റിപ്സിയും ചക്കിയും എത്തിയിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴ ജിങ്കാന എന്ന മൂവിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും പടം തുടങ്ങി. നസ്ലിൻ്റെ മൂവി റിലീസ് ചെയ്തിട്ട് അത് കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് കേട്ടോ. പടം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞോടുകൂടി ഇൻ്റർവെല്ലായതുപോലും നമ്മൾ അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു. നസ്ലിൻ്റെ പടങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറമായിരിക്കുള്ളൂ. ഇത് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തീർന്നപ്പോഴേക്കും ഫിലിം തീർന്നു പോയി ഗൈസ്. എന്തായാലും ഒരു അടിപൊളി ഫിലിമായിരുന്നു. പക്കാ എൻ്റർടൈനിങ് ആയിട്ടുള്ള മൂവിയാണ്. എന്തായാലും കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് പാർട്ട് ഉണ്ടോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. എനിവേ നെക്സ്റ്റ് പാർട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫിലിം കഴിഞ്ഞതാ ഇറങ്ങുവാണ് കേട്ടോ. എന്തായാലും ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് ഫിലിമൊക്കെ കഴിഞ്ഞപ്പോൾ ചക്കിയും റിപ്സിയും ഹാപ്പിയാണ്. റിപ്സി ഇതുപോലെ ഓരോ തവണ വരുമ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഒരു മധുരമുള്ള ഓർമ്മകളാണ്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരി നീതും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു കേട്ടോ. അവള് വിഷു ഒക്കെ കഴിഞ്ഞ് ലീവ് എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയേക്കാണ്. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വ്ളോഗുകളിൽ നീതുവും കൂടെ കാണും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.